ഒരു സംഗീത ഭീകരൻ എന്നൊക്കെ പറയാവുന്ന വലിയൊരു വളരെ സ്ട്രിക്റ്റാണ് ഗ്രാമർ വൈസൊക്കെ. ആ വ്യാകരണമൊക്കെ ഗ്രാമറിൻ്റെ ആ മ്യൂസിക്കിൻ്റെയൊക്കെ വളരെ ചിട്ടപ്പടിയാണ്. ഒരു നോട്ട് തെറ്റിച്ചാൽ യേശു അതൊന്നും വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ മാത്രം പാടിയച്ച മതിയെന്ന് പറയുന്ന ദേവരായ മാഷിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം എഴുതി കൊടുക്കുന്ന ഒരു പാട്ട് ദേവൻ്റെ കോവിലിൽ കൊടിയേറ്റ് ഇന്നൻ ദേവിതൻ കാവിൽ മുടിയേറ്റ് എന്നുള്ള പാട്ട്. ആ ഒരക്ഷരം മാറ്റാതെ മാഷ് ചെയ്തു കഴിഞ്ഞോടുകൂടി മാഷ് പിന്നത്തെ ഒരു പടത്തിൽ എനിക്ക് പടം വന്നു കഴിഞ്ഞപ്പം മുഴുവൻ പടവും ചെയ്തോളാൻ പറഞ്ഞു. ആദ്യത്തെ പടത്തിൽ ഇവൻ ഒരു പാട്ട് എഴുതി നോക്കട്ടെ കേട്ടോ എന്നാണ് മാഷ് പറഞ്ഞു. യൂസഫ് അലി കച്ചേരിയുടെ ഒപ്പമാണ് എനിക്ക് എഴുതാൻ മഹാഭാഗ്യം കിട്ടിയത്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നത്തെ ഒരു പടം വന്നപ്പോൾ അവൻ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞു. ദേവരാജൻ മാഷാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ അവരുടെ കൂടെയൊക്കെ നടന്നുകൊണ്ട് പാട്ടിലേക്ക് വരാൻ കഴിഞ്ഞു. പക്ഷെ പാട്ടിലേക്ക് ഞാൻ വരുമ്പോഴും ഭാസ്കരൻ മാഷും ONVയും ശ്രീകുമാരൻ നമ്പി സാറൊക്കെ വളരെ കുറവ്. യൂസഫ് അലി കച്ചേരിയൊക്കെ വളരെ കുറച്ച് പാട്ടുകൾ മാത്രം. ബിച്ചു തിരുമല, ഭരണിക്കാവ് ശിവകുമാർ, മങ്കൊമ്പ് ബാലകൃഷ്ണൻ, ഇങ്ങനെ ഒരു നീണ്ട നിലനിൽക്കുകയാണ്. ഈ മഹാമേരുക്കളെ കണ്ടപ്പോൾ ഞാൻ ഭയന്നോടി മാതൃഭൂമിയുടെ അകത്തേക്ക് കയറി. ഉപജീവനത്തിന് വേണ്ടിയായിരുന്നു. പത്രപ്രവർത്തനം എനിക്കൊരു പാത്രപ്രവർത്തനമായി മാറുകയാണ്.